ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു പാസ്തയുടെ റെസിപ്പിയാണ്. ഒരു വെറൈറ്റി പാസ്ത എന്ന് തന്നെ പറയാം കേട്ടോ. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ലഞ്ച് ബോക്സിലും ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാസ്തയുടെ റെസിപ്പിയാണ്. ഒരിക്കലും ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇത് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കൂ കേട്ടോ. അത്രയ്ക്ക് രുചിയോട് കൂടിയ ഒരു പാസ്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് കേട്ടോ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. ഒരു 3 പീസോളം ബോൺലെസ് ചിക്കൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂണോളം ഗരം മസാലയും, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, അല്പം ഓയിലും പിന്നെ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി തന്നെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു മാരിനേഷൻ കഴിഞ്ഞ് നമ്മളൊരു 1 or 2 ഹവറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഈ ഒരു ചിക്കനിനകത്ത് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളേ. ഞാനിവിടെ ഒരു ഓവർനൈറ്റ് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാസ്ത റെഡിയാക്കാനായിട്ടുള്ള വെള്ളം വയ്ക്കാവേ. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് കേട്ടോ പാസ്ത എടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തിളച്ച ആ ഒരു വെള്ളത്തിലേക്ക് 1 കപ്പ് പാസ്ത ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇതിലേക്ക് ഒരല്പം ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓയിൽ ആഡ് ചെയ്താൽ മാത്രമേ ആ ഒരു പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കുകയുള്ളേ. അപ്പോൾ അതൊട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഓയിലും കൂടി ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മാത്രമേ നമ്മൾ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളേ. ഇതിനു മുമ്പും ഞാൻ 2 റെസിപ്പീസ് പാസ്തയുടെ ഇട്ടിട്ടുണ്ട്. ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും കണ്ടു നോക്കണം. ഇതുപോലെ തന്നെ വളരെ രുചികരമായിട്ടും കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പീസാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ പാസ്തയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 4 to 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ പാസ്ത നന്നായി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായി വെന്തെന്നാണ് കേട്ടോ അർത്ഥം. ഇനി അത് നമുക്കൊന്നൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ കുറച്ചെടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയ ശേഷം മാത്രമേ കോരാവുള്ളൂ കേട്ടോ. നമ്മൾ വെന്ത പാസ്ത മുഴുവനായിട്ടും വെള്ളത്തിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. ഈ ഒരു വാട്ടർ നമുക്ക് പാസ്ത തയ്യാറാക്കുമ്പോഴേക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അല്ലാതെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതായിട്ട് സെറ്റാക്കിയെടുത്ത ആ ഒരു ചിക്കൻ പീസസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടണം, നന്നായി തന്നെ വെന്ത് കിട്ടണം. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത് നന്നായിട്ട് കുറേ സമയമെടുത്തൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കോരി മാറ്റാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയിരിക്കുന്ന ചിക്കനും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 സെറ്റായിട്ട് വറുക്കാവുന്ന ചിക്കൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളേ. അങ്ങനെ അതും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം ഒരു പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് പാസ്ത തയ്യാറാക്കാനായിട്ടുള്ള ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ആവശ്യമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യാണെങ്കിലും ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, രണ്ടും ചേർക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നെയ്യ് നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ആ ഒരു നെയ്യിലിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നന്നായി വാടി വരുമ്പോഴേക്കും നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദയാണ് കേട്ടോ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മൈദ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
കപ്പ് പാലാണ് കേട്ടോ. 250 ml കപ്പിൽ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു പാൽ ഒഴിച്ച ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രമേ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ കുറുകി കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ദേ നല്ല രീതിയിൽ കട്ടയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാണ് നമ്മൾ ആ ഒരു വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാസ്ത മുഴുവനായിട്ടും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെയൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ നന്നായിട്ട് കുറുകി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു പാസ്ത വേവിച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് ചെറിയൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണേ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ആ ഒരു മൈദയുടെ ആ ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ഇതിനകത്ത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ മൈദയും മിൽക്കുമായിട്ടുള്ള മിക്സും പാസ്തയും കൂടി നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂണും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടി ഒന്ന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സും ഒരു 1/2 ടീസ്പൂണോളം മാത്രം ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയും ബീൻസും നമ്മൾ നെയ്യിൽ വറുത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മല്ലിയിലയും കൂടി മുകളിലേക്ക് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ചിക്കൻ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എത്രയ്ക്ക് രുചി ഉണ്ടാവുമെന്ന്. ആ ഒരു ചിക്കനൊക്കെ ആയിട്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു പാസ്തയ്ക്ക്. അപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. സ്കൂളിൽ ലഞ്ചായിട്ടും കൊടുത്തു വിടാം കേട്ടോ. ഒരു 3 പീസ് ചിക്കൻ മാത്രം മതി കേട്ടോ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാസ്ത തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ. എല്ലാവർക്കും ഈ ഒരു വെറൈറ്റി ആൻഡ് സിമ്പിൾ പാസ്തയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.